നിങ്ങൾ ഈ മെത്തേഡിൽ ഓരോ വൊക്കാബുലറിയും പഠിക്കുന്നത് ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഒരിക്കലും മറക്കില്ല. ഫോർ എക്സാമ്പിൾ, സെറ്റ് അബ്ലൈസ്, തീ കൊളുത്തുക എന്നാണ് ഇതിന്റെ മീനിങ്. ഒരാളെ തീ കൊളുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഹായ് മൈ ബിലവഡ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വാക്കുകൾ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സെന്റൻസുകൾ മുറിഞ്ഞു പോകാറുമൊക്കെ ഉണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാൻ ആവശ്യമായ വൊക്കാബുലറി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഈ വൊക്കാബുലറി കൂട്ടുന്നതിനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഡിയേഴ്സ്, നിങ്ങൾ വീഡിയോ കുറച്ച് കണ്ടതിന് ശേഷം ഇത്രയേ ഉള്ളൂ വൊക്കാബുലറി കിട്ടാൻ എന്നുള്ള ധാരണയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കിട്ടുന്ന വൊക്കാബുലറി എങ്ങനെയാണ് നമ്മൾ റിട്ടൻഷൻ ചെയ്യുന്നത്, ആ ഒരു സംഭവം നമ്മൾ വീഡിയോയുടെ അവസാനമാണ് വിശദീകരിക്കുന്നത്. സോ ഡിയേഴ്സ്, ലെറ്റ്സ് ജമ്പ് ഓൺ ഇൻ. ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്യാവശ്യ സാഹചര്യങ്ങൾ ഒഴികെ മലയാളം ന്യൂസ് ഒഴിവാക്കി അതിനു പകരം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ മാതൃഭൂമിയുടെയും മലയാള മനോരമയുടെയും ഇംഗ്ലീഷ് ന്യൂസ് ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മാതൃഭൂമിയുടെ ന്യൂസ് ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇംഗ്ലീഷ് വെർഷൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. മാതൃഭൂമി ന്യൂസ് ആപ്പ് എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതിൽ ആദ്യം കാണുന്ന മാതൃഭൂമി ന്യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്യരുത്. രണ്ടാമത്തെ മാതൃഭൂമി എന്ന് മാത്രം എഴുതിയിരിക്കുന്നത് വേണം സെലക്ട് ചെയ്യാൻ. ഡൗൺലോഡ് ആയതിനു ശേഷം അത് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ മലയാളം, ഇംഗ്ലീഷ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാം. അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് തുറന്നു വരും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ന്യൂസ് കാണാൻ കഴിയും. നമുക്ക് ഭാഷ മലയാളത്തിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റാം. പക്ഷെ നമ്മുടെ പ്രൈമറി പർപ്പസ് അതല്ല, അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ തുടരുക. ഇതിലെ മറ്റ് ഓപ്ഷൻസ് കൂടി നോക്കാം. മൂവീസ്, സ്പോർട്സ്, മണി, ക്രൈം, ഇങ്ങനെ ഓരോ മേഖലയിൽ നിന്നും ന്യൂസ് അറിയാൻ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട ന്യൂസ് ആയിരിക്കുമല്ലോ കൂടുതൽ അറിയേണ്ടത്. അപ്പോൾ കേരള സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് നമ്മുടെ ലോക്കൽ പ്ലേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അറിയാൻ സാധിക്കും. ഇനി വൊക്കാബുലറി എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഇതിലെ ഒരു വാർത്ത നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്കിതിന്റെ ഹെഡിങ് ഒക്കെ ഒഴിവാക്കിയിട്ട് നേരെ കണ്ടന്റിലേക്ക് പോകാം. Now I'm going to read it. Former scientist Nambi Narayanan has responded to the recent CBI charge sheet declaring the ISRO espionage cases fabricated, expressing his belief that the truth would eventually surface. ഇവിടെ നിങ്ങളിൽ പലർക്കും അപരിചിതമായ ഒരു വേർഡ് എസ്പിനാജ് ആയിരിക്കാം. ശ്രദ്ധിക്കുക, ഇതിന്റെ ഇന്ത്യൻ പ്രൊനൗൺസിയേഷൻ എസ്പിനാജ് എന്നാണ്. മൈ ഫേവറേറ്റ് ഈസ് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ ആൻഡ് ഇറ്റ്സ് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ ഈസ് എസ്പിനാഷ് ആൻഡ് ഐ ആം ഫോളോയിങ് ഇറ്റ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ പ്രൊനൗൺസിയേഷൻ ഫോളോ ചെയ്യാം. ബ്രിട്ടീഷ് ആണെങ്കിൽ ബ്രിട്ടീഷ് ഫോളോ ചെയ്യാം, അമേരിക്കൻ ആണെങ്കിൽ അമേരിക്കൻ ഫോളോ ചെയ്യാം, ഇനി ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ പ്രൊനൗൺസിയേഷൻ വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇനി ഈ എസ്പിനാജ് എന്ന വാക്കിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് ഗൂഗിളിൽ പോയി നോക്കാം. ഒരു പുതിയ വേർഡ് കിട്ടിയാൽ ഇംഗ്ലീഷ് മീനിങ് തന്നെ സെർച്ച് ചെയ്യണം എന്നാണ് ലാംഗ്വേജ് എക്സ്പെർട്സ് പറയാറുള്ളത്. പക്ഷെ നമ്മൾ മലയാളമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എസ്പിനാജ് മീനിങ് ഇൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആദ്യം കാണുന്ന റിസൾട്ട് മാത്രം നോക്കാതെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് olam.in എന്നൊരു സൈറ്റ് കാണാം. ഈ സൈറ്റിന്റെ ഒരു പ്രത്യേകത, ഇംഗ്ലീഷിലെ ഓരോ വാക്കിനും കുറെ മീനിങ് കണ്ടേക്കാം. ആ വ്യത്യാസകരം മീനിങ്ങുകൾ ഏകദേശവും നമുക്ക് ഈ സൈറ്റിൽ നിന്ന് കിട്ടും. എസ്പിനാജ് അല്ലെങ്കിൽ എസ്പിനാഷ്, ഇതിന്റെ 3 മലയാളം മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് ചാരവൃത്തി, രണ്ടാമത്തത് ചാരന്മാരെ ഉപയോഗിക്കൽ, മൂന്നാമത്തത് ഗൂഢാവേഷണം. അതുപോലെ എസ്പിനാഷ് എന്ന വേർഡ് എന്ത് തരം ടേമാണ്, അത് നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, വെർബ് ആണോ, അത് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഇനി ഇതിന്റെ പ്രൊനൗൺസിയേഷനും മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസ്പിനാജ്, അത് ഇന്ത്യൻ പ്രൊനൗൺസിയേഷൻ ആണ്. ഐ ഹോപ്പ് യു ഹാവ് ഓൾറെഡി ഗോട്ട് ഇറ്റ്. ഒരു എക്സാമ്പിൾ പറയാൻ ഈ വേർഡ് തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധാരണ വേർഡ്സുകളെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി പഠിക്കാൻ കഴിയും. ഡിയേഴ്സ്, വൊക്കാബുലറി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്കിത് റിട്ടൻഷൻ ചെയ്യണ്ടേ, അത് നമുക്ക് എങ്ങനെ നോക്കാം. ഡിയേഴ്സ്, ഈ ന്യൂസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ മാത്രം മെമ്പറായ വൊക്കാബുലറി ബിൽഡപ്പ് എന്ന ഗ്രൂപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്യുക. നമ്മൾ മാത്രം മെമ്പറായ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വീഡിയോയുടെ അവസാനം അത് കാണിച്ചു തരാം. ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് അത് സ്ക്രീൻഷോട്ട് എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എല്ലാവരുടെയും ഫോണിൽ ആ ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് നേരിട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് പോപ്പപ്പ് ആകും. ഗൂഗിൾ സെർച്ച് ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞ ഓളം എന്ന സൈറ്റിൽ നിന്നും ഇതിന്റെ മലയാളം മീനിങ്ങും ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അണ്ടർലൈൻ ചെയ്ത് നമ്മുടെ വൊക്കാബുലറി ബിൽഡപ്പിലേക്ക്
ന്യൂസിന്റെ സ്ക്രീൻഷോട്ടിനൊപ്പം ഫോർവേഡ് ചെയ്യുക. അടുത്ത വൊക്കാബുലറി ഷെയർ ചെയ്യുന്നതിന് മുമ്പായി ഇങ്ങനെ ആ വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കൂട്ടുകാരെ, ഇത് എന്നേക്കുമായി വൊക്കാബുലറി റിട്ടൻഷൻ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തും മറ്റും ഈ ഗ്രൂപ്പിൽ വന്ന് ഇത് സ്ക്രോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ന്യൂസിന്റെ സ്ക്രീൻഷോട്ട് അവിടെ കിടക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ വാക്കുകളുടെ അർത്ഥം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോളൂ. മലയാള മനോരമയുടെ ആപ്ലിക്കേഷനും ഇതുപോലെ ലഭ്യമാണ്. പക്ഷേ അതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോർവേഡ് ചെയ്യാനോ സാധിക്കില്ല. ഇംഗ്ലീഷ് ന്യൂസ് അറിയാൻ മാത്രമായിട്ട് അത് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് ന്യൂസ് കിട്ടാൻ റെഡ് കളർ ഐക്കൺ ഉള്ള ആപ്ലിക്കേഷൻ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇംഗ്ലീഷ് വെർഷൻ നമ്മൾ ഈ മാതൃഭൂമിയുടെ ആപ്ലിക്കേഷനിൽ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ മാത്രം മെമ്പറായ വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് മാത്രമായി മെസ്സേജ് അയച്ചിടാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ വാട്സപ്പിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ പല കാര്യങ്ങൾ മിക്സ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഇത് പക്ഷെ നമുക്ക് വൊക്കാബുലറി പഠനത്തിന് മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് മറ്റൊന്നും ഫോർവേഡ് ചെയ്യരുത്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിൽ റൈറ്റ് സൈഡിലുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ പോപ്പപ്പ് ചെയ്ത് വരും. അതിൽ ന്യൂ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇതിൽ നിന്നും നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളെയോ വേണ്ടപ്പെട്ടവരിൽ ആരെങ്കിലുമോ ഒരാളെ ആഡ് ആക്കുക. ഞാനിവിടെ ഒരാളെ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ കാണുന്ന ഈ പച്ച ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഗ്രൂപ്പ് നെയിം എന്ന ഓപ്ഷൻ വരും. ഞാൻ അതിന് വൊക്കാബുലറി ബിൽഡപ്പ് എന്ന പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം ഈ പച്ച ഐക്കണിലുള്ള ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് റെഡിയായി. ഇനി ഈ ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ കയറി ആഡ് ആക്കിയ ആ രണ്ടാമനെ റിമൂവ് ആക്കി കളയുക. ഇപ്പോൾ നിങ്ങൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഡിയേഴ്സ്, നിങ്ങൾ ഈ മെത്തേഡിൽ ഓരോ വൊക്കാബുലറിയും പഠിക്കുന്നത് ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഒരിക്കലും മറക്കില്ല. ഫോർ എക്സാമ്പിൾ, സെറ്റ് അബ്ലൈസ്, തീ കൊളുത്തുക എന്നാണ് ഇതിന്റെ മീനിങ്. ഒരാളെ തീ കൊളുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്നാണ് ഇത് ഞാൻ പഠിച്ചത്. ഈ ന്യൂസ് കാണുമ്പോഴേ ആ വേർഡ് എനിക്ക് ഓർമ്മ വരും. അതുപോലെയുള്ള 1-2 എക്സാമ്പിൾ കൂടി നോക്കാം. ഗിയർ അപ്പ്, സജ്ജമാവുക എന്നാണ് ഇതിനർത്ഥം. ഇത് പോലീസുമായി ബന്ധപ്പെട്ട ന്യൂസിൽ നിന്നാണ് പഠിച്ചത്. ടേൺ ടർട്ടിൽ, ഇത് വാഹന അപകടവുമായി ബന്ധപ്പെട്ട ന്യൂസിൽ നിന്നാണ് കിട്ടിയത്. കീഴ്മേൽ മറിയുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു ഭാഷയിൽ നമുക്കുള്ള വൊക്കാബുലറി ഇംപ്രൂവ് ആകുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് വായനയാണ്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഈ വീഡിയോ പ്രയോജനം ചെയ്യുമെന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. See you again in another video. Until then, goodbye.